സ്നേഹസമ്പന്നരായ സുഹൃത്തുക്കളെ, ഞാൻ നീലകണ്ഠൻ മഹാദേവൻ, കരിമം എം നീലകണ്ഠൻ എന്ന പേരിൽ എഴുതുന്നു. ആനുകാലികങ്ങളിൽ കഥയും കവിതയും വരാറുണ്ട്. ആകാശവാണിയിൽ സൃഷ്ടികൾ വന്നിട്ടുണ്ട്. 22 കൃതികൾ രചിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് അഡീഷണൽ സെക്രട്ടറിയായി വിരമിച്ചു. ഇപ്പോൾ സകുടുംബം സസന്തോഷം തിരുവനന്തപുരത്ത് താമസിക്കുന്നു. ഈ യൂട്യൂബിലൂടെ ഞാൻ നിങ്ങളോടൊത്ത് ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാം എന്ന് കരുതുന്നു. ചെറിയ കഥകൾ, കവിതകൾ, സംഭാഷണങ്ങൾ ഒക്കെയാണ് ഞാൻ അവതരിപ്പിക്കുക. നിങ്ങളുടെ അകമഴിഞ്ഞ പ്രോത്സാഹനം ഞാൻ പ്രതീക്ഷിക്കുന്നു. രാമായണ മാസമാണല്ലോ, കർക്കിടക മാസമാണല്ലോ. സീതയുടെ നിശ്ചയദാർഢ്യം എന്ന വിഷയത്തിൽ ഒരു ലഘുലേഖനം ഞാൻ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാം. രാമായണത്തിലെ ഏറ്റവും പ്രധാന കഥാപാത്രം ശ്രീരാമൻ തന്നെ എന്നതിൽ സംശയമില്ല. എന്നാൽ സീതയാണ് ഏറ്റവും മികവാർന്ന കഥാപാത്രം എന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. വളർത്തച്ഛനായ ജനകന്റെ കൊട്ടാരത്തിൽ നിന്ന് ദശരഥന്റെ അയോധ്യയിലെത്തിയതിന് ശേഷം എന്തെല്ലാം പരീക്ഷണ ഘട്ടങ്ങളിലൂടെയാണ് സീത കടന്നുപോകുന്നത്. വനവാസകാലത്ത് ദുരിതങ്ങൾ, രാവണന്റെ കൊട്ടാരത്തിലെ പ്രലോഭനങ്ങൾ, രാവണ നിഗ്രഹ ശേഷം നടക്കുന്ന അഗ്നി പരീക്ഷണം, പൂർണ്ണ ഗർഭിണിയായിരിക്കുമ്പോൾ കേൾക്കേണ്ടി വരുന്ന ഭത്സനങ്ങൾ, തുടർന്ന് കാട്ടിൽ ഉപേക്ഷിക്കപ്പെടുന്നത്, വീണ്ടും രാമനെ അഭിമുഖീകരിക്കൽ, ഭൂമി പിളർന്ന് അപ്രത്യക്ഷമാകൽ. ഇത്രമാത്രം വേദന സഹിച്ച നാരീജന്മം വേറെയുണ്ടോ? സ്ത്രീ സ്വാതന്ത്ര്യം എന്ന വാക്കൊക്കെ വരുന്നതിന് എത്രയോ മുമ്പ് ആദികവി സൃഷ്ടിച്ച സീത എന്ന കഥാപാത്രം, വ്യക്തിത്വം, അനിതര സാധാരണമായ മനസ്ഥൈര്യത്തിനുടമയാണ്. സീതയ്ക്ക് വേണമായിരുന്നെങ്കിൽ ശ്രീരാമനൊപ്പം വനത്തിലേക്ക് പോകാതെ അയോധ്യയിലെ അന്തഃപുരത്തിൽ സസുഖം വസിക്കാമായിരുന്നു. വനത്തിൽ തനിക്ക് കാവൽ നിന്ന ലക്ഷ്മണനെ രാമനെ രക്ഷിക്കാൻ നിർബന്ധിച്ച് പറഞ്ഞയക്കാതിരിക്കാമായിരുന്നു. സ്വർണവും ഐശ്വര്യവും നിറഞ്ഞ ലങ്കയിൽ രാവണന്റെ ഇംഗിതത്തിന് വഴങ്ങി മഹാരാജ്ഞിയായി വാഴാമായിരുന്നു. ഇതൊന്നും ചെയ്യാതിരുന്നത് സീതയുടെ ജന്മനാ ഉള്ള മഹത്വത്താലാണ്. ദോഷൈക ദൃക്കുകൾ ശ്രീരാമനിൽ ചില സന്ദർഭങ്ങളിലെങ്കിലും കളങ്കം കാണുമ്പോൾ അത്തരം ഒരു അവസരം പോലും സീതയുടെ ജീവിതത്തിലുള്ളതായി നമുക്ക് ദർശിക്കാൻ സാധ്യമല്ല. സീതയുടെ നിശ്ചയദാർഢ്യം എക്കാലത്തെയും സ്ത്രീകൾക്ക് മാതൃകയാണ്. നന്ദി, നമസ്കാരം.